ഇന്ന് ജപമാല രാജ്ഞിയുടെ തിരുനാൾ ദിവസമാണ്. 1571 ആണ്ടിൽ ആരംഭം കുറിച്ച ഒരു തിരുനാൾ ആഘോഷം. ജപമാലയെ ഏറ്റുപറഞ്ഞ്, കൊന്ത നമസ്കാരത്തെ ഏറ്റുപറഞ്ഞ് പരിശുദ്ധ അമ്മയെ, ജപമാല രാജ്ഞിയെ ആഘോഷിക്കുന്ന തിരുനാൾ ദിവസമാണിന്ന്. വചനം സമ്മതം കാത്തു നിൽക്കുകയാണ് മറിയത്തിന്റെ മുമ്പിൽ. മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കുന്ന ദൈവം നിന്റെ ഹൃദയത്തിന്റെ പടിവാതിൽക്കൽ പുറത്ത് സമ്മതം കാത്തു നിൽക്കുന്നു. മറിയത്തെ ധ്യാനിക്ക്. അവൾ സമ്മതം പറഞ്ഞപ്പോ വചനം അവളിൽ മാംസം ധരിച്ചു. നമ്മളിലും ഈ വചനം മാംസം ധരിക്കണം. യഥാർത്ഥത്തിൽ ഈ ജപമാല പ്രാർത്ഥന നമ്മളെ സഹായിക്കുന്നത് അങ്ങനെയാണ്. അതായത് ജപമാല ഒരു മരിയൻ പ്രയറാണ്, സംശയമില്ല. പക്ഷേ അതിൻ്റെ ആത്മാവ് മിശിഹായാണ്. 20 രഹസ്യങ്ങളിലായിട്ട് നമ്മൾ ധ്യാനിക്കുന്നത് ഈശോയുടെ രക്ഷാകര രഹസ്യങ്ങളല്ലേ. ഇത് ആവർത്തനമല്ല, അതൊരു താളമാണ്. നമ്മൾ ചില പാട്ടുകളൊക്കെ ലൂപ്പിലിട്ട് കേൾക്കത്തില്ലേ, ഒരേ ബീറ്റ് പിന്നെയും പിന്നെയും കേട്ടോണ്ടിരിക്കത്തില്ലേ, ഒരു താളം ആസ്വദിക്കത്തില്ലേ, അതുപോലെ ആസ്വദിക്കേണ്ടതാണ് ജപമാല. ജപമാല മറിയത്തോട് ചേർന്നിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഈ സംശയത്തിൻ്റെ കെട്ടഴിഞ്ഞ് വിശ്വാസം നമ്മളെ പൊതിയുന്ന അനുഭവമാകും. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഒക്ടോബർ 7 ചൊവ്വ. പരിശുദ്ധ കുർബാന മധ്യേ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 31 വരെയുള്ള വാക്യങ്ങളും, അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളുമാണ്. ആദ്യത്തെ വായന അപ്പസ്തോല പ്രവർത്തനങ്ങൾ നടപടി പുസ്തകത്തിൽ നിന്ന് 1-ാം അധ്യായം 12 മുതൽ 14 വരെ. സുവിശേഷം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 31 വരെ. ഇന്ന് ജപമാല രാജ്ഞിയുടെ തിരുനാൾ ദിവസമാണ്. ആ തിരുനാളിൻ്റെ ഭാഗമായുള്ള വായനകളാണിത്. റെഗുലർ ബേസിലുള്ള വായനയല്ല, തിരുനാളിൻ്റെ വായനയാണ്. ജപമാല രാജ്ഞിയുടെ തിരുനാൾ 1571 ആണ്ടിൽ ആരംഭം കുറിച്ച ഒരു തിരുനാൾ ആഘോഷം. 5-ാം പിയൂസ് പാപ്പ അനൗൺസ് ചെയ്ത ലെപ്പാന്തോ യുദ്ധം ജയിച്ച്, ആ യുദ്ധം ജയിച്ചതിൻ്റെ സന്തോഷത്തിൽ അനൗൺസ് ചെയ്തതാണ്. ജപമാലയെ ഏറ്റുപറഞ്ഞ്, കൊന്ത നമസ്കാരത്തെ ഏറ്റുപറഞ്ഞ് ചൊല്ലിയ പരിശുദ്ധ അമ്മയെ, ജപമാല രാജ്ഞിയെ ആഘോഷിക്കുന്ന തിരുനാൾ ദിവസമാണിന്ന്. ഇതിനോട് ചേർത്തൊരു വാർത്ത പറയട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞാനത് ഒരുങ്ങി തുടങ്ങുന്നേ ഉള്ളൂ. ഈ ദിവസങ്ങളിൽ, ഇനി വരുന്ന ദിവസങ്ങളിൽ ജപമാലയെക്കുറിച്ച് ഒരു ടീച്ചിങ്, ജപമാല റിഫ്ലക്ഷൻസ് ഓൺ ഹോളി റോസറി എന്ന പേരിൽ ഒരു ടീച്ചിങ് നമ്മളിലേക്ക് എത്താൻ പോവുകയാണ്. അതിനുവേണ്ടി ഫീഡ് മൈ ഷീപ്പ്, ഈ ഞങ്ങളുടെ ചെറിയ കൂട്ടായ്മ, ഞാനും എൻ്റെ ടീമും ഒക്കെ ഒരുങ്ങുമ്പോൾ നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കുക. പരിമിതി പ്രധാനമായിട്ട് എന്താണെന്ന് വെച്ചാൽ സമയത്തിൻ്റെ പ്രശ്നമാണ്. നിങ്ങൾക്കറിയാം, കാനഡയിലാണ്, യാത്രകളിലാണ്. ഇതിൻ്റെ ഇടയ്ക്ക് കിട്ടുന്ന സമയത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് പരിമിതി. എങ്കിലും നിങ്ങളിലേക്ക് ഈ ദിവസങ്ങളിൽ അത് എത്തും. ഒക്ടോബർ മാസം തന്നെ പല പല കഷ്ണങ്ങളായിട്ട്. അത് കൃത്യസമയം ഞാൻ പറയുന്നില്ല, സമയം പറഞ്ഞാൽ എനിക്കത് പാലിക്കാൻ പറ്റിയില്ലെങ്കിലോ. അതുകൊണ്ട് നിങ്ങൾ ഈ വാർത്ത കഴിവതും ആളുകളിലേക്ക് എത്തുക. ഇപ്പം എങ്ങനെ ഞങ്ങൾ അറിയുവച്ചോ, എപ്പോൾ നോക്കും? അതിന് എളുപ്പവഴി ഫീഡ് മൈ ഷീപ്പിൻ്റെ സബ്സ്ക്രൈബേഴ്സായി നോട്ടിഫിക്കേഷനൊക്കെ ഓണാക്കി വെയിറ്റ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അത് കിട്ടുമ്പോൾ, അല്ലെങ്കിൽ കിട്ടുന്നവർ കിട്ടുന്ന മുറയ്ക്ക് മറ്റുള്ളവർക്ക് അത് അറിയിച്ചു കൊടുക്കുകയും ചെയ്യുക. ജപമാലയെ കൂടുതൽ അറിയാൻ, കൂടുതൽ ഭക്തി ഉണ്ടാകാൻ, മിശിഹാ രഹസ്യങ്ങളെ ഈ ജപമാല പ്രാർത്ഥനയിലൂടെ കൂടുതൽ ധ്യാനിക്കാൻ, അതിൻ്റെ ചരിത്രം മനസ്സിലാക്കാൻ ഒക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു ശുശ്രൂഷയായിരിക്കും ജപമാല റിഫ്ലക്ഷൻസ് ഓൺ ഹോളി റോസറി എന്ന പേരിൽ നമ്മുടെ ഈ ഫീഡ് മൈ ഷീപ്പിൽ വരാൻ പോകുന്ന ശുശ്രൂഷ. അപ്പോൾ നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുക. ധ്യാനങ്ങൾ നടക്കുന്നു. സ്കാർബ്രോയിലെ ധ്യാനം കഴിഞ്ഞു. ഈ 2 ദിവസം മുടങ്ങിയതായിരുന്നു. ഫുൾ ഡേ, ശനിയും ഞായറും ഫുൾ ഡേ ധ്യാനമായിരുന്നു. നല്ല ഇടവക, നല്ല സഹകരണം, നന്നായിട്ട് ആളുകൾ പ്രാർത്ഥനയോടെ ഒരുങ്ങി വന്നു. നന്നായിട്ട് അവർ ആ പ്രബോധനം കേട്ടു. ടീച്ചിങ് ആയിരുന്നു കൂടുതലും ധ്യാനം. അപ്പോൾ അത് നന്നായിട്ട് അവർ മനസ്സിലാക്കി. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലായിട്ട് അടുത്ത വീക്കെൻഡിൽ മിസിസാഗ കത്തീഡ്രൽ പള്ളിയിലാണ്, മിസിസാഗ രൂപതയുടെ കത്തീഡ്രൽ പള്ളിയിലാണ് അടുത്ത ആഴ്ചത്തെ, അടുത്ത വീക്കെൻഡിലെ ധ്യാനം. അപ്പോൾ നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർക്കണമെന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ഇനി ഇന്നത്തെ വായനകളിലേക്ക് വരാം. ജപമാല രാജ്ഞിയുടെ തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേർന്നുകൊണ്ട് ലൂക്കാ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 31 വരെ ഉള്ള വാക്യങ്ങളിൽ. ഇതാണ് ജപമാലയുടെ 1-ാം രഹസ്യം, മംഗളവാർത്ത. ഗബ്രിയേൽ ദൂതൻ പരിശുദ്ധ അമ്മയുടെ പക്കൽ വന്ന് ഈ ദൂത് അറിയിക്കുന്ന ഭാഗമാണ് ഈ ഭാഗം. ലൂക്ക 1:26-30. ഇതിനെക്കുറിച്ച് പറയുന്ന സുന്ദരമായൊരു കാര്യം, വചനം, ദ വേർഡ് ഓഫ് ഗോഡ് സമ്മതം കാത്തു നിൽക്കുന്നു.
വചനം സമ്മതം കാത്തു നിൽക്കുകയാണ് മറിയത്തിൻ്റെ മുമ്പിൽ. വചനം മാംസം ധരിക്കാൻ നമ്മൾ കർത്താവിൻ്റെ മാലാഖയിൽ ചെല്ലുന്നില്ലേ? ഒന്നാമത് കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു, മുകളിൽ നിന്ന് കമ്മ്യൂണിക്കേഷൻ വരികയാണ്. സെക്കൻഡ്, ഇതാ കർത്താവിൻ്റെ ദാസി സമ്മതം പറയുന്നു. വചനം സമ്മതം കാത്തു നിൽക്കുകയായിരുന്നു. സമ്മതം മറിയം പറയുന്നതോടുകൂടി എന്ത് സംഭവിക്കുന്നു? വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഈ വചനമൊക്കെ മുഴങ്ങുമ്പോഴുണ്ടല്ലോ, യൂട്യൂബിലൂടെയും ധ്യാനങ്ങളിലൂടെയൊക്കെ നമ്മളിലേക്ക് ഈ വചനം എത്തിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യണം. വചനം സമ്മതം കാത്തു നിൽക്കുകയാണ് നമ്മുടെ മുമ്പിൽ. മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെ ബഹുമാനിക്കുന്ന ദൈവം നിൻ്റെ ഹൃദയത്തിൻ്റെ പടിവാതിൽക്കൽ പുറത്ത് സമ്മതം കാത്തു നിൽക്കുന്നു. മറിയത്തെ ധ്യാനിക്ക്. അവൾ സമ്മതം പറഞ്ഞപ്പോൾ വചനം അവളിൽ മാംസം ധരിച്ചു. നമ്മളിലും ഈ വചനം മാംസം ധരിക്കണം. യഥാർത്ഥത്തിൽ ഈ ജപമാല പ്രാർത്ഥന നമ്മളെ സഹായിക്കുന്നത് അങ്ങനെയാണ്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞിട്ടുണ്ടൊരു കാര്യം. അതായത് ജപമാല പ്രകടമായി ഒരു മരിയൻ പ്രയറാണ്, സംശയമില്ല. പക്ഷേ മാർപ്പാപ്പ പറയുന്നത് ഇങ്ങനെയാണ്, പക്ഷേ അതിൻ്റെ ആത്മാവ് മിശിഹായാണ്. ജപമാലയുടെ കോർ, അതിൻ്റെ സോൾ, അതിൻ്റെ ആത്മാവ് മെസയാനിക് മിസ്റ്ററീസാണ്, മിശിഹ രഹസ്യങ്ങളാണ്. 20 രഹസ്യങ്ങളിലായിട്ട് നമ്മൾ ധ്യാനിക്കുന്നത് ഈശോയുടെ രക്ഷാകര രഹസ്യങ്ങളല്ലേ? ഈശോയുടെ ജീവിതം മുഴുവനുമല്ലേ ധ്യാനിച്ചെടുക്കുന്നത്? പലരുടെയും സംശയം ഈ ആവർത്തനമാണ്. എന്തിനാണ് ഇത് ആവർത്തിക്കുന്നത്? ഇത് ആവർത്തനമല്ല, അതൊരു താളമാണ്. അത് വിശ്വാസത്തിൻ്റെ, പ്രാർത്ഥനയുടെ, ധ്യാനത്തിൻ്റെ താളമായിട്ട് അതിനെ മനസ്സിലാക്കി നോക്കിക്കേ. നമ്മൾ ചില പാട്ടുകളൊക്കെ ലൂപ്പിലിട്ട് കേൾക്കത്തില്ലേ? ഒരേ ബീറ്റ് പിന്നെയും പിന്നെയും കേട്ടോണ്ടിരിക്കത്തില്ലേ? ഒരു താളം ആസ്വദിക്കത്തില്ലേ? അതുപോലെ ആസ്വദിക്കേണ്ടതാണ് ജപമാല. അതിനെ കേവലം ഒരു ആവർത്തനമായി കാണുമ്പോഴാണ് അത് നമുക്ക് മടുപ്പായിട്ട് മാറുന്നത്. വിശ്വാസത്തിൽ നമ്മളെ വളർത്തുന്ന പ്രാർത്ഥനയാണ് ജപമാല. ഇവിടെ അതായത് ഇതിൻ്റെ സ്റ്റാർട്ടിങ് അങ്ങനെയാണല്ലോ. മറിയത്തിൻ്റെ അടുത്ത് വന്ന് പറയുമ്പോൾ മറിയം എന്ത് ചെയ്യുന്നു? ഷീ ജസ്റ്റ് ബിലീവ്ഡ്, വിശ്വസിച്ചു. അതിനെക്കുറിച്ച് ഇരണേവൂസ് പിതാവൊക്കെ പറയുന്നത്, സഭാപിതാവ് ഇരണേവൂസ് പറയുന്നൊരു കാര്യമുണ്ട്. ഹൗവ സംശയം കൊണ്ട് കെട്ടിയ മറിയം വിശ്വാസത്താലെ നമുക്കായി അഴിച്ചു തന്നു. ഹൗവ ദൈവത്തെ സംശയിച്ചപ്പോൾ ഒരു പാപത്തിൻ്റെ കെട്ട് മനുഷ്യരാശിയുടെ മേൽ വന്ന് വീണെങ്കിൽ മറിയം ഇതാ വിശ്വാസം കൊണ്ട് ആ കെട്ടിനെ അഴിച്ചു തരികയാണ്. ജപമാല മറിയത്തോട് ചേർന്നിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഈ സംശയത്തിൻ്റെ കെട്ടഴിഞ്ഞ് വിശ്വാസം നമ്മളെ പൊതിയുന്ന അനുഭവമാകും. അതാണ് അടുത്ത വായന എടുത്തേ. അപ്പസ്തോല പ്രവർത്തനം എടുക്കാം. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിലെ 14-ാമത്തെ വാക്യം എടുക്കണം. ഇവിടെ എന്താ പശ്ചാത്തലം? ശിഷ്യന്മാർ ആകപ്പാടെ പേടിച്ച് വിറച്ച് ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അവരെല്ലാം കൂടെ ചേർത്തിട്ട് 14-ാമത്തെ വാക്യം ഇങ്ങനെയാണ്. ശിഷ്യന്മാരുടെ ലിസ്റ്റൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ്, ഇവർ ഏക മനസ്സോടെ ഈശോയുടെ അമ്മയായ മറിയത്തോടും മറ്റ് സ്ത്രീകളോടും അവൻ്റെ സഹോദരന്മാരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. മറിയം അവരെ ചേർത്ത് പിടിച്ചു പ്രാർത്ഥന നടത്തുകയാണ്, പ്രാർത്ഥനയ്ക്ക് ഒരുക്കുകയാണ്. എന്താ അത്? മിശിഹായെ ഗർഭം ധരിച്ചവൾ ഇപ്പോൾ സഭയെ ഒരുക്കുകയാണ്. എന്തിന്? മിശിഹായെ ഗർഭം ധരിക്കാൻ. ഒന്ന് ധ്യാനിച്ചു നോക്കിക്കേ. മിശിഹായെ ഗർഭം ധരിച്ചവൾ മറിയം ദാ ഇവിടെ സിഹിയോൻ ഊട്ടുശാലയിൽ ഒരുക്കുകയാണ് സഭയെ. എന്തിന്? മിശിഹായെ ഗർഭം ധരിക്ക്. അതിനെന്താ വേണ്ടത്? പരിശുദ്ധാത്മാവ് വരണം. മറിയത്തോട് ദൂതൻ പറഞ്ഞു കൊടുത്തതല്ലേ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, അപ്പോൾ നീ മിശിഹായെ ഗർഭം ധരിക്കും. അതേ കാര്യം പെന്തക്കോസ്തായിൽ ആവർത്തിക്കുന്നു. പരിശുദ്ധാത്മാവ് വരുന്നു, സഭ മിശിഹായെ ഗർഭം ധരിക്കുന്നു. ശിരസിനെ ഗർഭം ധരിച്ചവൾ ദാ ഇപ്പോൾ ഉടലിനെ ഒരുക്കുകയാണ്, സഭയെ ഒരുക്കുകയാണ് വീണ്ടും ആ മിശിഹായെ സ്വീകരിക്കാൻ. സഭയുടെ ശിരസായ മിശിഹായെ ഗർഭം ധരിച്ചവൾ സഭയെ ഒരുക്കുന്നു ആ ശിരസിനെ സ്വീകരിക്കാൻ, മിശിഹായെ സ്വീകരിക്കാൻ. മറിയത്തോട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നടക്കുന്നതാണ്. മിശിഹ നമ്മളിൽ രൂപപ്പെടാൻ മറിയം നമ്മളെ ഒരുക്കും. എങ്ങനെ? പരിശുദ്ധാത്മ സ്വീകരണത്തിലൂടെ. അതുകൊണ്ടല്ലേ നമ്മൾ സ്ഥിരം പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയില്ലേ, ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ. ആരെ ഓർക്കേണ്ട ഇവിടെ? പരിശുദ്ധാത്മാവിനെ. ഈശോ മിശിഹായുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ നിറയാൻ മറിയമേ
ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. എന്തുകൊണ്ടാണ് മറിയം പ്രാർത്ഥിക്കണേ എന്ന് പറയുന്നത്? മറിയം മുൻപേ തന്നെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവൾ, പെന്തക്കോസ്തായിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ സഭയെ ഒരുക്കിയവൾ. ആ മറിയം നമ്മളെ ഒരുക്കും. ജപമാല ഭക്തി ഉണ്ടാകട്ടെ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് മിശിഹാ രഹസ്യങ്ങളെ ധ്യാനിച്ചെടുക്കുന്ന ഈ സുന്ദരമായ പ്രാർത്ഥന ആഘോഷമായിട്ട് നമുക്ക് ചെല്ലാൻ പറ്റട്ടെ. അത് കൂട്ടായ്മകളിൽ നടക്കട്ടെ. ചേർന്നിരുന്ന് ജപമാല ചൊല്ലട്ടെ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് മിശിഹായുടെ തിരുമുഖം ധ്യാനിക്കുന്ന ഈ സുന്ദരമായ പ്രാർത്ഥന, ജപമാല രാജ്ഞിയുടെ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഒരിക്കൽ കൂടെ നേരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ, നിൻ്റെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തെ ഞങ്ങൾക്കും അമ്മയായി നൽകിയ നിൻ്റെ കാരുണ്യത്തിന് നന്ദി. അമ്മയോട് ചേർന്ന് ഞങ്ങൾ നിൻ്റെ തിരുമുഖം ധ്യാനിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.